കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ ഭാവി വികസന നയരേഖയായി മാറുകയാണ്. പാർലമെന്റ് ഹൌസിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സേവാതീർത്തിൽ വെച്ച് നടന്ന 20 മിനിറ്റ് നീണ്ട ചർച്ചയിൽ അതിവേഗ റെയിൽവേ പാത, തുറമുഖ വികസനം, വയനാട് പുനരധിവാസ ഫണ്ട് എന്നിവയിലൂന്നിയ സുപ്രധാന ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നതായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ ഊഷ്മള കൂടിക്കാഴ്ച. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കും അതിനോട് തന്നെയാണ് താല്പര്യം. ഈ പാർട്ടിയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നല്ലതിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് നല്ലതിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് തന്നെയാണ് എപ്പോഴും ജനങ്ങൾക്കും ഇഷ്ടം. വികസന പ്രവർത്തനങ്ങൾ, നാടിന് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ സമ്മതിക്കുകയും എന്നാൽ വികസനത്തിന് മുരടിപ്പുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദോഷകരമായി ഭാവിയിൽ ബാധിക്കാവുന്ന തരത്തിലുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ വികസനങ്ങളോ ആണെങ്കിൽ അവിടെ തടയിടുകയും ചെയ്യുക എന്നതിൽ തെറ്റില്ല. കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ കനിവ് തേടിയുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര അതീവ നിർണായകമാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വി.ഡി. സതീശൻ സാധിച്ചു. വെറുമൊരു ഔപചാരിക സന്ദർശനത്തിനപ്പുറം കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതങ്ങളും പ്രത്യേക പാക്കേജുകളും നേടിയെടുക്കാനുള്ള കൃത്യമായ ഹോംവർക്കോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിയെ കണ്ടത്. അനാലിസിസ് ശൈലിയിൽ പരിശോധിച്ചാൽ മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കേന്ദ്ര സംസ്ഥാന പോരിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും മാറി വികസന കാര്യങ്ങളിൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാനാണ് പുതിയ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. റെയിലിന് പകരമായി പുതിയ സർക്കാർ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി സൗഹൃദ അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി വാങ്ങുക എന്നതായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ടകളിൽ ഒന്ന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനവും ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ നവീകരണവും വഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനുള്ള സഹായവും മുഖ്യമന്ത്രി തേടിയിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സമഗ്ര പുനരധിവാസത്തിനായി പ്രത്യേക കേന്ദ്ര സഹായ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി ശക്തമായി ഉന്നയിച്ചു. മുൻപ് വിതരണം ചെയ്ത തുകകൾക്ക് പുറമെ ദുരന്തബാധിതരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പ്രത്യേക പാക്കേജ് അനിവാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. വികാരനിർഭരമായ ഈ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് സൂചന. അതേസമയം വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര പദ്ധതിയായ PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ചില ആശങ്കകളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ പേരിൽ സംസ്ഥാനങ്ങളുടെ മേൽ അനാവശ്യമായ അടിച്ചേൽപ്പിക്കലും ഉണ്ടാകരുത് എന്നും കേരളത്തിന്റെ തനത് വിദ്യാഭ്യാസ മാതൃകകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഫെഡറൽ തത്വങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഇത്തരം തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ തുറന്ന ചർച്ചകൾ ഇരു ഭരണകൂടങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെ പ്രതീകമായ കഥകളിയിലെ കൃഷ്ണരൂപം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപഹാരമായി നൽകുകയും ചെയ്തു. ഏറെ താല്പര്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഈ സമ്മാനം സ്വീകരിക്കുകയും ചെയ്തത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഭരണപരമായ കാര്യങ്ങളിൽ പുലർത്തേണ്ട ഈ ഊഷ്മളത വരും ദിവസങ്ങളിൽ കേരളത്തിന് അനുകൂലമായ വലിയ പ്രഖ്യാപനങ്ങൾക്ക് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. മുഖ്യമന്ത്രി പദവിയിലെത്തിയ ശേഷമുള്ള വി.ഡി. സതീശന്റെ ഈ ആദ്യ ഡൽഹി സന്ദർശനം സംസ്ഥാനത്തിന്റെ വികസന മുരടിപ്പ് മാറ്റാനുള്ള സുപ്രധാന ചുവടുവെപ്പാണ്. കേന്ദ്രവുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന നിലപാട് വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് മുൻപ് കേരളത്തിൽ സമ്മാനിച്ചത്. എന്നാൽ കേന്ദ്രത്തെ അന്വയിപ്പിച്ചും കൃത്യമായ പദ്ധതികൾ സമർപ്പിച്ചും അർഹമായത് നേടിയെടുക്കുക എന്ന തന്ത്രപരമായ ശൈലിയാണ് പുതിയ സർക്കാർ സ്വീകരിക്കുന്നത്. ഈ മാറ്റം ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും പോസിറ്റീവായ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായും വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തിന്റെ ട്രഷറി പ്രതിസന്ധിയും GST നഷ്ടപരിഹാര കുടിശ്ശികയും ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറി. ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നുണ്ട്.
ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ദുരന്ത നിവാരണ ഫണ്ടുകളുടെ വിതരണം വേഗത്തിലാക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ ഈ നീക്കങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷമായ LDFനും വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. കേന്ദ്ര അവഗണന എന്ന സ്ഥിരം പല്ലവി പാടി കൈമലർത്തുന്നതിന് പകരം കേന്ദ്രവുമായി ചർച്ച നടത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയുന്നു എന്ന് തെളിയിക്കാനാണ് UDFന്റെ ശ്രമം. എയിംസ്, കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം, ശബരി റെയിൽവേ തുടങ്ങിയ ദീർഘകാല ആവശ്യങ്ങളിലും ഈ യാത്രയോടെ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൂടിക്കാഴ്ച സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാനായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ മാധ്യമങ്ങളെയും കണ്ടു. ഉന്നതതല ഉദ്യോഗ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളുടെ പുരോഗതിയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഉറപ്പുകളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഏതായാലും നവകേരള നിർമ്മിതിക്കായി കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ പുതിയൊരു യുഗം പിറക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം.